എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഉച്ച തൊട്ട് വൈകിട്ട് വരെയുള്ള കാര്യങ്ങളാട്ടോ കാണിക്കാൻ പോണേ. അപ്പം ഞാൻ ഇന്നൊരു സപ്താഹത്തിന് പോയി. അപ്പോൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ സപ്താഹം നടക്കാറുണ്ട്. അപ്പോൾ കണ്ണംകുളങ്ങര ഭഗവതി ക്ഷേത്രമാണ്, ഞങ്ങളുടെ വീട്ടിനടുത്ത് ഉള്ള ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പോയി ഇന്ന് സപ്താഹമായിരുന്നു. ഇന്ന് 6ാം നാളായിരുന്നു. അതായത് നമ്മുടെ രുക്മിണി സ്വയംവരം കഴിഞ്ഞ് കുചേലഗതി. അപ്പം അതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നതന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഭഗവാൻ ഓടി വന്ന് കുചേലനെ വാരിപ്പുണർന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നത്. അപ്പം ഒത്തിരി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ ഇത് കാണാനായിട്ടുണ്ടായിരുന്നു. കഥകളിയുടെ വേഷം കെട്ടിയിട്ടാണ് ഈ ദൃശ്യാവിഷ്കാരം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഭാഗവതത്തിലെ കാര്യങ്ങൾ, ഭാഗവതത്തിൽ ഇങ്ങനെ പാരായണം ചെയ്യും, നാമം ചൊല്ലും. അപ്പം അതിനനുസരിച്ചാണ് അവിടെ ദൃശ്യാവിഷ്കാരം കാണിക്കുന്നത്. അപ്പം ഈ സപ്താഹം 7 ദിവസത്തെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ടോ പറകൾ. അപ്പോൾ പലതരം പറകളുണ്ട്. നമ്മുടെ അവിലുണ്ട്, പിന്നെന്താണ് ശർക്കരയുണ്ട്, പയറുവർഗ്ഗങ്ങൾ, അരിവർഗ്ഗങ്ങൾ, അങ്ങനെ എന്തിഷ്ടമുള്ളത് എന്തും നമുക്ക് പറയായിട്ട് സമർപ്പിക്കാം. അപ്പം അത് ഈ 7 ദിവസവും സമർപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ ചുറ്റും അമ്പലങ്ങളാട്ടോ. ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഒരമ്പലത്തിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഓരോ അമ്പലത്തിലും കാണും. അപ്പം അതൊക്കെ ഒരു സന്തോഷമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ പോകുന്നതും ഒക്കെ. കാരണം എൻ്റെ വീട്ടിൻ്റെ അവിടെ ആണെങ്കിൽ അങ്ങനെ അടുത്തടുത്ത അമ്പലങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ദൂരോട്ടൊക്കെ കുറച്ച് ദൂരത്തൊക്കെ ആണ്. അപ്പോൾ എപ്പോഴും പെട്ടെന്ന് പോകാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ തൊട്ടടുത്തൊക്കെ തന്നെ അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്കതുകൊണ്ട് പോകാനും ഇതൊക്കെ കാണാനും ഭയങ്കര ഇഷ്ടം, കൗതുകമാണ്. ഞാൻ മിക്കുള്ള സ്ഥലങ്ങളിലും സപ്താഹത്തിന് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഭഗവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാദം കഴുകുന്നതും പിന്നെ വേണ്ടുന്നതെല്ലാം കൊടുക്കുന്നതും അതൊക്കെയാണ് ആ ദൃശ്യാവിഷ്കാരത്തിൽ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കാണുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മ്യൂസിക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ കോപ്പിറൈറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഇടാത്തത്. പക്ഷെ നല്ല രസം. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളവിടെ ഭക്തിയിൽ നമുക്ക് ഭയങ്കര ഭക്തിയിൽ നമ്മൾ ഇരിക്കും. അതുപോലെ ഭഗവാന്റെ നാമം കേൾക്കുന്നത് തന്നെ ഒരു പുണ്യമല്ലേ. അപ്പം ഒരുപാട് കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് നല്ല രസമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. അതല്ലേ മെയിൻ. അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഒത്തിരി ഭയങ്കര ക്യൂ ആയിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ആളുകളുണ്ടായിരുന്നു, നല്ല തിരക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അവിടെ സാമ്പാർ, അയ്യോ, അന്നദാനത്തിൽ സാമ്പാർ എടുത്ത് പറയേണ്ട കാര്യം. പിന്നെ സോയാബീൻ്റെ ഫ്രൈ, പായസം, അവിയൽ, അച്ചാർ, അതൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ആമിയെ കൊണ്ടാണ് നാമം ചൊല്ലിപ്പിക്കുന്നത് കേട്ടോ. അത് എനിക്ക് നിർബന്ധം, അവളെ കൊണ്ട് നാമം ചൊല്ലിപ്പിക്കുന്നു. അവൾ നാമം ചൊല്ലും കേട്ടോ. അപ്പം അവളെ കൊണ്ട് നാമമൊക്കെ ചൊല്ലിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലോട്ട് പോകും കേട്ടോ. കുറച്ച് നേരം ഇരുന്നൊക്കെ സംസാരിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്